കൊച്ചിയിൽ നിന്നും ലക്ഷദ്വീപ് വഴി മുംബൈയിലേക്ക് കപ്പലിലൊരു യാത്ര. അതും 3 ദിവസം കടലിൽ തന്നെ. പേരിൽ തന്നെ ആഡംബരമുള്ള ഒരു ആഡംബര കപ്പൽ യാത്ര. പൊളി വൈബിൽ എൻജോയ് ചെയ്ത കുറച്ച് ദിവസങ്ങൾ. ഇതാ കണ്ടോളൂ, കൊടേലിയ ക്രൂസ് ഷിപ്പിൽ കടലിലൂടെയുള്ള ഞങ്ങളുടെ സഞ്ചാരം. കൊടേലിയ ക്രൂസ് ഷിപ്പിലെ കാഴ്ചകൾ, ലക്ഷദ്വീപ് വിശേഷങ്ങൾ, മുംബൈ അനുഭവങ്ങൾ എല്ലാം വിശദമായി കണ്ടു നോക്കാം. അപ്പോൾ ഡേ 1 എല്ലാവർക്കും സ്വാഗതം. 2 മണിക്ക് വില്ലിംഗ്ടൺ ഐലൻഡിലെ പോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ആവശ്യത്തിന് പെട്രോളൊക്കെ അടിച്ച് വീട്ടിൽ നിന്ന് കൊച്ചിൻ എയർപോർട്ടിലേക്ക് വെച്ചു പിടിച്ചു. കപ്പലിൽ കയറാൻ പോകേണ്ട ഞങ്ങൾ എന്തിനാണ് എയർപോർട്ടിൽ പോയി എന്നാകും അല്ലേ ചിന്തിക്കുന്നത്. കാരണം 5 ദിവസം കഴിഞ്ഞ് മുംബൈയിൽ നിന്ന് ഫ്ലൈറ്റിലാണ് തിരിച്ചെത്തുന്നത്. സോ കാർ ഇവിടെ ഇട്ടിട്ട് പോകുവാണല്ലോ എളുപ്പം. അവിടെ നിന്ന് പോർട്ടിലോട്ട് പോകാനായിട്ട് ഒരു ക്യാബ് ബുക്ക് ചെയ്തു. പിന്നെ നേരെ സാഗരിക ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനലിലേക്ക് കയറി ചെല്ലുമ്പോൾ പുറത്തുള്ള കൗണ്ടറിൽ നിന്ന് ടിക്കറ്റൊക്കെ നോക്കിയിട്ട് റൂം നമ്പർ അലോട്ട് ചെയ്ത ഒരു പേപ്പർ തന്നു വിട്ടു. പിന്നെ അകത്തോട്ട് ചെന്നപ്പോൾ ഒരു എയർപോർട്ടിൽ കയറുന്ന പോലെയുള്ള ചെക്കിംഗ് ഒക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. നേരെ ഷിപ്പിനടുത്തേക്ക്. അമ്പോ, സൂപ്പർ കാഴ്ച! ഇത്രയും വലിയൊരു ഷിപ്പ് അടുത്ത് കാണുന്നത് ആദ്യമായിട്ടായിരുന്നു കേട്ടോ. ഷിപ്പിലേക്ക് ലഗേജൊക്കെ കൊണ്ടുപോകാൻ ബഗ്ഗി സൗകര്യം ഉണ്ടായിരുന്നു. അടുത്തോട്ട് ചെല്ലുന്തോറും ഷിപ്പിന്റെ വലിപ്പം കൂടി കൂടി വരുമായിരുന്നു. എനിക്കതൊക്കെ ഒരു സ്വപ്നം പോലെ തോന്നി. വിശ്വസിക്കാനാവുന്നേ ഇല്ലായിരുന്നു. കയറി ചെന്നപ്പോൾ കുറി തൊട്ടിട്ടാണ് അവർ നമ്മളെ വെൽക്കം ചെയ്തത്. കൂടാതെ വെൽക്കം ഡ്രിങ്ക്സും തന്നു. ലിഫ്റ്റൊക്കെ കയറി ഞങ്ങൾ 4th ഡെക്കിലെത്തി. ഇതിനാകെ 11 നിലകൾ അല്ലെങ്കിൽ 11 ഡെക്കുകളാണ് ഉള്ളത്. 42, 43 ആയിരുന്നു ഞങ്ങളുടെ റൂം നമ്പർ. വാവ്, നീണ്ടു നിവർന്ന് കിടക്കുന്ന കൊറിഡോർ കണ്ടോ? എന്ത് രസമാണല്ലേ. ഇതിന്റെ 2 സൈഡ് റൂംസ് ആണ് കേട്ടോ. ഒരു സൈഡ് ഓഷ്യനിലേക്ക് വ്യൂ ഉള്ള റൂമാണ്. അങ്ങനെ നടന്ന് 42, 43 ടാങ് ടടാങ്, ഇതാണ് നമ്മുടെ റൂം. നമുക്ക് പെട്ടെന്നൊരു കൊച്ചു റൂം ടൂർ കണ്ടാലോ? ഞങ്ങളുടേത് ഓഷ്യൻ വ്യൂ ഒന്നും അല്ല കേട്ടോ, അതിന് ഇച്ചിരി റേറ്റ് കൂടുതലാണ്. നമ്മൾ റേറ്റ് കുറഞ്ഞ് ഇൻസൈഡ് ക്യാബിനാണ് എടുത്തത്. വാതിൽ തുറക്കുമ്പോൾ നേരെ ഇതാ ഡബിൾ ബെഡ്. വലിയ കണ്ണാടിയൊക്കെ ഉള്ള ഡോറാണ് ഇതിനുള്ളത്. കയറി ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു അലമാരയുണ്ട്. അതിൽ 2 ലൈഫ് ജാക്കറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മറ്റൊരു വലിയ മിറർ കൂടി ഇവിടെ ഉണ്ട്. കൂടാതെ വാട്ടർ ബോട്ടിൽസ് ഒക്കെ വെച്ചിട്ടുണ്ട്. പുറത്തേക്ക് ഓഷ്യൻ വ്യൂ ഒന്നുമില്ല. പകരം ബെഡിന് മേലെ വിൻഡോ വരേണ്ട സ്ഥാനത്ത് ഓഷ്യന്റെ ഒരു ഫോട്ടോ ഫ്രെയിം വെച്ചിട്ടുണ്ട്. TV ഉണ്ട്. പിന്നെ സെൻട്രലൈസ്ഡ് AC ആണ്. ഇതിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ബാത്റൂം. ലഗേജ് ഒക്കെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി 5th ഡെക്കിലോട്ട് പോയി. അതായത് ഇപ്പം നമ്മൾ 4th ഡെക്കിലാണ് നിൽക്കുന്നത്. അതിന് തൊട്ട് മുകളിലത്തെ ഡെക്കിൽ. ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇതിനകത്താണെങ്കിൽ എല്ലാം ഡോളേഴ്സിലാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ വൈഫൈ വേണമെങ്കിലുള്ള ചാർജസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ആ സമയത്ത് 83 രൂപയായിരുന്നു $1. നമ്മൾ വൈഫൈ ഒന്നും എടുത്തില്ല. നമുക്കൊരു കാർഡ് തരും. അപ്പോൾ ആ കാർഡിൽ കുറച്ച് പൈസ കയറ്റണമായിരുന്നു. കാരണം ഇനി അങ്ങോട്ട് എന്തെങ്കിലും ഇതിനകത്ത് നിന്ന് മേടിക്കണമെങ്കിലോ എന്ത് ഡീലിങ്സ് നടത്തണമെങ്കിലും ഈ കാർഡ് വഴിയാണ് പൈസ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ഡേ നമ്മുടെ ഷിപ്പ് ലക്ഷദ്വീപിലെത്തും. അവിടുത്തെ അഗത്തി ഐലൻഡിൽ ഇറങ്ങണമെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യണം. അപ്പോൾ അതിനുള്ള ചാർജസ് ആണ് ഈ കാണുന്നത്. 1763 രൂപ മുതൽ 11,000 രൂപ വരെയുള്ള പാക്കേജുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അതിലെ ഏറ്റവും ചാർജസ് കുറഞ്ഞ ഐലൻഡ് വൈബ്സ് ആണ് ഞങ്ങൾ എടുത്തത്. 1763 രൂപയായിരുന്നു ഒരാൾക്ക്. അങ്ങനെ കാർഡിൽ നിറച്ച പൈസയായിട്ട് ബുക്കിംഗ് ചെയ്യുകയാണ് ഉണ്ണി. ഒരു വീടിന്റെ നടുത്തളം പോലെ ഈ ഷിപ്പിന്റെ നടുത്തളം എന്ന് പറയാവുന്ന ഒരു ഏരിയയാണ് 5th ഡെക്കിലെ ഈ മനോഹരമായ സ്പേസ്. പലതരം ലൈറ്റ്സ് കൊണ്ട് വളരെ രസമായിട്ടാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ആ ഗ്ലാസ് ലിഫ്റ്റൊക്കെ ഒഴുകി പോകുന്നത് കാണാൻ എന്ത് രസമാണെന്നറിയോ. ഇങ്ങോട്ട് വന്നാൽ ഈ ഏരിയയിൽ കുറച്ച് ജുവലറീസും വാച്ചസും ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ സെയിലൊന്നും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കപ്പൽ ഇതുവരെ സ്റ്റാർട്ടാക്കിയിട്ടില്ല ഗൈസ്. ഇനി ഇതിന് പുറത്തോട്ട് കടന്നാൽ ഇത് നോക്കൂ, ഇതാണ് നമ്മുടെ കൊച്ചി. 5th ഡെക്കിൽ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ ഇത്. ലൈഫ് ബോട്ടൊക്കെ തൂക്കിയിട്ടിരിക്കുന്ന കാണാം. നമുക്കിനി ലിഫ്റ്റ് കയറി 10th ഡെക്കിലോട്ട് പോയി നോക്കാം. നമ്മൾ ലഞ്ച് ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ പോകുന്നത്. ഇതാണ് ഫുഡ് കൗണ്ടർ. ഇഷ്ടം പോലെ ടേബിൾസും ചെയർസും ഒക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. 2 അറ്റത്തു നിന്നും പ്രത്യേക കൗണ്ടറുകളും ഉണ്ട്. നമുക്ക് ആവശ്യാനുസരണം എത്ര വേണമെങ്കിലും ഫുഡ് എടുക്കാം.
എന്തൊക്കെ ഫുഡാണ് ഉള്ളത് എന്ന് ഒന്ന് നോക്കിയിട്ട് എടുക്കാമെന്ന് വെച്ച് നടക്കുകയായിരുന്നു. എൻ്റെ അമ്മോ, ലഞ്ച് തന്നെ എന്തോരം ഓപ്ഷൻസ് ആണെന്നറിയോ. ഇത്രയും ഓപ്ഷൻസ് കണ്ടിട്ട് എവിടെ നിന്ന് എന്തെടുക്കണം എന്നറിയാതെ ആശയക്കുഴപ്പത്തിലായി എന്ന് പറയേണ്ടതില്ലല്ലോ. പിന്നെ പ്ലേറ്റ് ഒക്കെ എടുത്ത് നമ്മൾ ഒരു സൈഡിൽ നിന്ന് അങ്ങ് തുടങ്ങി. സാലഡ് തന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് വെച്ച് ഇഷ്ടമുള്ള രീതിയിൽ സാലഡ് ഉണ്ടാക്കിയെടുക്കാം. സ്റ്റീംഡ് റൈസ്, ദാൽ പാലക്, പനീറിൻ്റെ കുറേ വെറൈറ്റീസ്, മീൻ കറികൾ, അങ്ങനെയെല്ലാം പേര് സഹിതം എഴുതി വെച്ചിട്ടുണ്ട്. കഴിച്ചാൽ ഇഷ്ടപ്പെടുമെന്ന് കരുതിയ ചിലതൊക്കെ പ്ലേറ്റിലാക്കി. ഇതാണ് എൻ്റെ പ്ലേറ്റ്. ആൻഡ് അനത്തെ വൈബ് എന്ന് പറയണത് ഈ സൈഡ് സീറ്റിലിരുന്ന് കടലും കണ്ട് ഫുഡ് കഴിക്കാം. ഇപ്പം നമ്മൾ കൊച്ചി കണ്ടാണ് ഫുഡ് കഴിക്കുന്നത്. ഡെസേർട്ടുകളായിട്ട് പലതരം കേക്കും സ്വീറ്റ്സും ജ്യൂസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിത് മാത്രമേ എടുത്തുള്ളൂ. ഇതാണ് സാഗരിക പോട്ട്, നമ്മൾ കയറി വന്നില്ലേ, അതാണിത്. ടെൻത്ത് ഡെക്കിലെ മറ്റൊരു മെയിൻ അട്രാക്ഷനാണ് സ്വിമ്മിംഗ് പൂള്, കൂടാതെ ചില്ലിട്ട ഈ ഏരിയയും. നല്ല വെയിലായിരുന്നു ഈ സമയത്ത്. കൊച്ചി കണ്ട് നിൽക്കുവാണ്. മറൈൻ ഡ്രൈവ് എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ. ഇതാ ഷിപ്പ് പുറപ്പെടാൻ പോവുകയാണ്. ടഗ് ബോട്ട് വെച്ച് വലിച്ച് ഷിപ്പിനെ അതിൻ്റെ ചാലിലേക്ക് എത്തിക്കുന്നതാണ് ഈ കാണുന്നത്. ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ കാണുന്നത് കേട്ടോ. ഇതാ പുകയൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ പയ്യെ പയ്യെ കൊച്ചിയിൽ നിന്ന് ഷിപ്പ് അകന്നു തുടങ്ങി. ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ ബൈ ബൈ കൊച്ചി, ഇനി നമ്മൾ കടലിൻ്റെ ആഴങ്ങളിലേക്ക്. ഒത്തിരി പേര് ഈ 10th ഡെക്കിൽ ഇത് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 5 മണിയായിട്ടോ ഷിപ്പ് എടുത്തപ്പോൾ. അങ്ങനെ ഒരു തീരത്ത് നിന്നും കടലിൻ്റെ ആഴങ്ങളിലേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു. അപ്പോഴേക്കും സ്നാക്സ് ടൈമായി. വീണ്ടും നേരെ നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് കുറച്ച് പലഹാരങ്ങളൊക്കെ പെറുക്കിയെടുത്ത് അകത്താക്കി. അതാ 10th ഡെക്കിൽ ഡാൻസും പാട്ടും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഇവർ സ്റ്റെപ്പ് കാണിച്ചു തരും, നമുക്ക് താഴെ നിന്ന് ഡാൻസ് കളിക്കാം. ഒരുപാട് പേര് അതിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതാ ഇവിടുത്തെ കാറ്റ് നോക്കൂ. ഇതാണ് 11th ഡെക്ക്, ഇവിടുത്തെ ഏറ്റവും ടോപ്പ് ഡെക്കാണിത്. അപ്പോൾ സൺസെറ്റ് കാണാൻ പറ്റിയൊരു ഇടമാണിത്. കാറ്റ് കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സൺസെറ്റ് എൻജോയ് ചെയ്യാൻ എത്തിയിരിക്കുകയാണ് എല്ലാവരും. പറയാതെ വയ്യ, ബ്യൂട്ടിഫുൾ സൺസെറ്റ് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ സൺസെറ്റ്. കണ്ടതിൽ വെച്ച് ഏറ്റവും ബ്യൂട്ടിഫുൾ സൺസെറ്റ് ആയിട്ട് എനിക്കിത് തോന്നി. എന്ത് രസമാണെന്ന് നോക്കിയേ, കാറ്റും സൺസെറ്റും കടലിലെ ഓളങ്ങളും ഷിപ്പും. ഹായ് ഹായ്. ഇതങ്ങനെ ഇരുട്ട് വീണ് തുടങ്ങിയിരിക്കുന്നു. സ്വിമ്മിംഗ് പൂളിലേക്കാണെങ്കിൽ പതിയെ കുറേ പേരൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അവിടെയാണെങ്കിൽ ഡാൻസ് തുടരുകയാണ്. ഞങ്ങൾ അകത്ത് ചുറ്റി നടന്ന് കാണാനായിട്ടൊന്ന് ഇറങ്ങി. 5th ഡെക്കിലെ ചെയർമാൻസ് ക്ലബ്ബിൽ കയറിയപ്പോൾ മ്യൂസിക് ഷോ നടക്കുന്നുണ്ടായിരുന്നു. ഹിന്ദി സോങ്സ് ഒക്കെയാണ് അവിടെ പാടിക്കൊണ്ടിരുന്നത്. പിന്നെ ചെയർമാൻസ് ക്ലബ്ബിലെ അത്യാകർഷകമായിട്ടൊരിടമുണ്ട്, അതാണ് ഈ കാണുന്നത്. പലതരത്തിലുള്ള ഡ്രിങ്ക്സും ബിവറേജസും ഇവിടെ ലഭ്യമാണ് കേട്ടോ. ഇഷ്ടം പോലെ മേടിച്ച് കുടിക്കാം. അതുപോലെ ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ച് ജോളിയായിട്ട് മ്യൂസിക് ആസ്വദിക്കാൻ ആഗ്രഹമുള്ളവർക്ക് പറ്റിയൊരു ഇടമാണ് ഇത്. ഇനി ടേബിൾ ടെന്നീസ് കളിക്കാൻ ഇഷ്ടമുള്ളവർക്ക് മറ്റൊരു ഏരിയ ഇവിടെയുണ്ട്. ഇവിടെയാണെങ്കിൽ വിൻഡോസിനടുത്ത് കുറേ സീറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വെറുതെ വന്ന് കുശലം പറഞ്ഞൊക്കെ ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ് ഇത്. ഇതിനകത്തുള്ള ഒരു ഫോട്ടോ ഗ്യാലറിയാണ്. നമ്മൾ കയറി വന്ന സാഗരിക പോട്ട് ഓർമ്മയില്ലേ, അതിൻ്റെ ഫ്രണ്ടിൽ കപ്പലിൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിലായി വരുന്നവരെ നിർത്തി എല്ലാവരുടെയും ഫോട്ടോ അവരെടുക്കുന്നുണ്ടായിരുന്നു. അവയാണ് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഫോട്ടോയും ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ അത് മേടിക്കാം. ചോദിച്ചപ്പോൾ നല്ല റേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ അത് മേടിച്ചില്ല. സ്വന്തം ഫോട്ടോ ഒന്ന് കണ്ടിട്ട് അതിൽ പാസ് ചെയ്ത് പോയേ ഉള്ളൂ. ഇരുട്ട് വീണ് കഴിഞ്ഞിരിക്കുന്നു. ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി നോക്കി. ഓളങ്ങളൊക്കെ ഉണ്ടാക്കി കുതിക്കുകയാണ് കേട്ടോ കപ്പൽ. സ്പീഡ് ഇപ്പോൾ ഇച്ചിരി കൂടിയ പോലെ തോന്നുന്നുണ്ട്. ഇടയ്ക്കൊക്കെ നമുക്ക് ചെറിയൊരു ആട്ടമൊക്കെ ഫീൽ ചെയ്യും. നല്ല കാറ്റാണ്. പുറത്ത് ഈ പരിസരത്ത് ഇറങ്ങി നിൽക്കണമെങ്കിൽ പ്രത്യേകം സൂക്ഷിക്കണം. താഴോട്ട് നോക്കിയാൽ ചെറിയൊരു ഭയം തോന്നാതിരുന്നില്ല.
ഇന്റർനാഷണൽ വാട്ടേഴ്സിൽ കയറുമ്പോൾ, അതായത് നമ്മുടെ ഇന്ത്യയുടെ അതിർത്തിയൊക്കെ കഴിയുമ്പോഴോ മാത്രം തുറക്കുന്ന ഒരു ഇടം ഇവിടെയുണ്ട്. അതാണ് ചൂതാട്ടം ഇഷ്ടപ്പെടുന്നവർക്കായി ഉള്ള ഈ കസിനോ. പലതരം ഗെയിംസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇനി റോയൽ ഷോപ്പിലൊന്ന് കയറി നോക്കാം. ഇവിടെയാണ് ഈ കുറേ ഡ്രസ്സ്, ജ്വല്ലറീസ്, ടോയ്സ്, ബാഗ്സ്, കൂളിംഗ് ഗ്ലാസ് തുടങ്ങി ഒട്ടനവധി സാധനങ്ങളുണ്ട്. പക്ഷെ എല്ലാം നല്ല കോസ്റ്റ്ലി ആണ് കേട്ടോ. ഈ യാത്രയുടെ ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിക്കാൻ 2 ഫ്രിഡ്ജ് മാഗ്നറ്റ് മാത്രമാണ് ഞങ്ങൾ മേടിച്ചത്. അതും കുറച്ച് കോസ്റ്റ്ലി ആയിരുന്നു. ഡിന്നർ കഴിക്കാൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ 10th ഡെക്കിലല്ല കേട്ടോ പോവേണ്ടത്. ഒരു 5 സ്റ്റാർ ഹോട്ടൽ സെറ്റപ്പ് ഉള്ള ഈ സ്റ്റാർലൈറ്റിലാണ് ഡിന്നർ. വീണ്ടും നിരവധി ഫുഡ് ഐറ്റംസ് ആണ് നമുക്ക് മുന്നിൽ നിരത്തി വെച്ചിരിക്കുന്നത്. ഇഷ്ടംപോലെ സീറ്റുകളും ഉണ്ട്. വെറൈറ്റി റൈസ് ഐറ്റംസ്, റൊട്ടി, സൂപ്സ്, കേക്ക്സ് ഒക്കെയായി കളർഫുള്ളാണ് ഇവിടെ. ഞാനൊരു ചിക്കൻ സൂപ്പിൽ തുടങ്ങി. പിന്നെ കുറച്ച് റൈസും പനീർ കറി, ഫിഷ് കറി, കുറച്ച് പച്ചക്കറി ഒക്കെയാണ് എടുത്തത്. സ്പൂണും ഫോർക്കൊക്കെ ഉപയോഗിച്ചൊന്ന് കഴിച്ചു നോക്കി. ഡെസേർട്ട് അത്യാകർഷകമായതിനാൽ അതിനുള്ള സ്പേസ് ഇട്ടിട്ടേ നമ്മൾ കഴിച്ചുള്ളൂ. കപ്പലിൻ്റെ മൂവ്മെൻറ്റ് കാരണം പ്ലേറ്റിൽ തുള്ളി കളിക്കുന്ന ജെല്ലി കണ്ടോ? ഈ റെസ്റ്റോറൻറ്റ് വേറൊരു റിച്ച് വൈബ് തന്നെയാണ് കേട്ടോ. ഫുഡ് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ബല്ലേ ബല്ലേ എന്നൊരു ഷോ കാണാനായിട്ട് 6th ഡെക്കിലെ മാർക്യൂ തിയേറ്ററിലാണ്. വളരെ കളർഫുള്ളും എൻ്റർടൈനിങ്ങും ആയിട്ടുള്ള ഒരു മ്യൂസിക്കൽ ഡ്രാമയായിരുന്നു ഇന്ന് അവിടെ ഉണ്ടായിരുന്നത്. ഷോ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിരുന്നു. പിന്നെ ഞങ്ങൾ വെറുതെ 10th ഡെക്കിൽ എന്തെങ്കിലും ഉണ്ടോയെന്നറിയാൻ പോയി നോക്കി. കപ്പലിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ച് ഓളം വെട്ടിക്കൊണ്ടിരിക്കുന്ന വിജനമായ സ്വിമ്മിംഗ് പൂളായിരുന്നു അവിടെ കണ്ടത്. പിന്നെ നേരെ ഉറങ്ങാനായിട്ട് റൂമിലോട്ട്. തീരം വിട്ട് കഴിഞ്ഞാൽ ഒന്നിന് റേഞ്ച് കിട്ടില്ല എന്നതാണ് സത്യം. ഞങ്ങൾ കൊച്ചി തീരം വിടുന്നേ മുന്നേ വീട്ടിലോട്ടൊക്കെ വിളിച്ചു. പിന്നെ നെക്സ്റ്റ് ഡേ ലക്ഷദ്വീപിൽ എത്തിയപ്പോഴാണ് BSNL റേഞ്ച് കിട്ടിയത്. അപ്പോഴാണ് പിന്നെ കോളൊക്കെ ചെയ്തത്. അത്യാവശ്യമെങ്കിൽ വൈഫൈ എടുത്താൽ പ്രശ്നമൊന്നുമില്ല, എപ്പോൾ വേണേലും വിളിക്കാം. അപ്പോൾ ഞങ്ങളുടെ ഡേ 1 ഇവിടെ തീരുകയാണ്. അതാ നോക്കൂ, ലക്ഷദ്വീപ് തീരം കണ്ടു തുടങ്ങിട്ടോ. നമ്മൾ ലക്ഷദ്വീപിൽ വൈബ് ചെയ്യാനായിട്ട് സെറ്റായി ഒരുങ്ങി വന്നിരിക്കുകയാണ് കേട്ടോ. മൈ ഡെസിഗ്നേഷനിൽ നിന്നുള്ള മാച്ചിങ് ഷർട്ടാണ് ഞങ്ങളുടെ ഇന്നത്തെ വേഷം. രാവിലെ 4 പാട് ഓടി നടന്ന് അത്ഭുതപ്പെട്ട് നടക്കുവാണ് കേട്ടോ. എന്താന്ന് വെച്ചാൽ നമ്മൾ ചുറ്റും വെള്ളമല്ലേ, വെള്ളത്തിൽ ഇങ്ങനെ കുറേ ജീവനുകൾ ഒരു തീരം തേടി പോകുന്നു. നടുക്കടലിൽ കിടന്നുറങ്ങി രാവിലെ വന്നിരിക്കുന്ന ഞങ്ങൾ. എന്തൊരു എക്സ്പീരിയൻസ് ആണല്ലേ. ഷിപ്പ് ഇങ്ങനെ ഓളങ്ങൾ ഉണ്ടാക്കി കുതിക്കുന്ന നോക്കി നിൽക്കാൻ തന്നെ എന്ത് രസാ. വിശന്ന് തുടങ്ങിയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായി എത്തി. അത് ഞങ്ങൾ കുറച്ച് കോൺഫ്ലെക്സും ചോക്കോസും ഒക്കെ എടുത്ത് കഴിച്ചു. പിന്നെ ഒത്തിരി ഐറ്റംസ് നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ സോസേജ്, മസാല ഓംലേറ്റ്, പാൻ കേക്ക്, കട്ട് ഫ്രൂട്ട്സ്, ഇഡ്ലി, സാമ്പാർ, ചമ്മന്തി, ഉപ്പുമാവ്, മൈസൂർ ബോണ്ട, ഗോബി പറാത്ത, റോസ്റ്റഡ് പൊട്ടറ്റോ, ബ്രെഡ്, സ്വീറ്റ്സ്, ജ്യൂസ്, അങ്ങനെ ഇഷ്ടം പോലെ സാധനങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനും ഉണ്ടായിരുന്നു കേട്ടോ. കപ്പലിലായതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, നമുക്ക് ഒത്തിരി ഒന്നും കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. ഈ കാണുന്ന കുറച്ച് ഐറ്റംസ് ആയിരുന്നു ഞാൻ എൻ്റെ വയറ് നിറയ്ക്കാനായിട്ട് എടുത്തത്. പിന്നെ ഫുഡൊക്കെ കഴിഞ്ഞ് ഓടി നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു ഡാൻസ് റീൽ എടുക്കാനുള്ള ശ്രമമാണ് ഈ കാണുന്നത്. ഡാൻസ് റീൽ ഞാനിവിടെ പിൻ ചെയ്തിട്ടുണ്ടേ, കണ്ടു നോക്കണേ. അങ്ങനെ ദാ നമ്മുടെ ദ്വീപ് കണ്ടു തുടങ്ങിയിരിക്കുന്നു. അഗത്തി ഐലൻഡിലാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. സോ അവിടെ ഇറങ്ങാനുള്ളവരെ എല്ലാം വിളിച്ചുകൂട്ടി കഴിഞ്ഞ ദിവസം എടുത്ത ടിക്കറ്റും ID കാർഡും ഒക്കെ ചെക്ക് ചെയ്യാണ് കേട്ടോ ഇവിടെ. ഈ കപ്പലിൽ നിന്ന് ചെറിയ ബോട്ടുകളിലായിട്ടാണ് നമ്മളെ ഐലൻഡിലേക്ക് കൊണ്ടുപോകുന്നത്. ചെറിയ ബോട്ടുകൾ എത്തുന്ന അനുസരിച്ച് ഈ കാണുന്ന വലിയ ക്യൂ ഇങ്ങനെ നീങ്ങിത്തുടങ്ങും. ഞങ്ങൾ അങ്ങനെ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്തു നമ്മുടെ ബോട്ട് എത്താനായിട്ട്. പിന്നെ ചെറിയ ബോട്ടിൽ കയറി. എല്ലാവരെയും വളരെ സുരക്ഷിതമായി കൈ പിടിച്ച് കയറ്റാൻ അവിടെ ജീവനക്കാർ നിൽപ്പുണ്ട്. വലിയ വടം കൊണ്ട് ഈ കപ്പലിനോട് ചേർത്ത് നിർത്തിയിട്ടിരിക്കുകയാണ് നമ്മുടെ ഈ ബോട്ട്. നിർത്തിയിട്ടിരിക്കുമ്പോൾ തന്നെ ഈ ചെറിയ ബോട്ടിൽ തിരകളുടെ ഇളക്കം നന്നായി അറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വലിയ ഷിപ്പിലിരിക്കുമ്പോൾ നമ്മൾ ഓളങ്ങളുടെ ഇളക്കം ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ ഈ ചെറിയ ബോട്ടിലെത്തിയപ്പോൾ നന്നായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. സീറ്റൊക്കെ നിറഞ്ഞപ്പോൾ നമ്മുടെ ഈ ബോട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ് ബോട്ട് അതാ റെഡി ആയിട്ട് നിൽക്കുവാണ് അടുത്ത ബാച്ച് ആൾക്കാരെ കയറ്റാനായിട്ട്. ഈ ബോട്ടിൻ്റെ ഗ്ലാസ്സിൽ കുറച്ച് മങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കാണുന്നത്. അങ്ങനെ നമ്മളിതാ അഗത്തി ഐലൻഡിൽ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ.
ഷിപ്പ് അതാ കുറച്ച് അകലെയായിട്ട് നമുക്ക് കാണാം. ഇനി നമ്മളെ ഒരു ബീച്ചിലോട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത്. അതിനായിട്ട് കുറേ വണ്ടികൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് ഇതെല്ലാം. വീടുകളെല്ലാം ഏതാണ്ട് നമ്മുടെ പോലെയൊക്കെ തന്നെയുണ്ട്. പിന്നെ നിറയെ തെങ്ങുകളാണ്. ലക്ഷദ്വീപ് എന്ന് പറയുന്നത് കുറേ ചെറിയ ദ്വീപുകളുടെ ഒരു കൂട്ടമാണല്ലോ. അതിൽ ജനവാസമുള്ള 10 ദ്വീപുകളിൽ ഒന്നാണ് അഗത്തി. കൊച്ചിയിൽ നിന്ന് ഏതാണ്ട് 450 കിലോമീറ്റർ പടിഞ്ഞാറായിട്ടാണ് കേട്ടോ ഇത് വരുന്നത്. 2011 സെൻസസ് അനുസരിച്ച് 7560 ആണ് കേട്ടോ ഇവിടുത്തെ ജനസംഖ്യ. ദ്വീപ് നിവാസികളിൽ ഏറെയും ഇസ്ലാം മത വിശ്വാസികളാണ്. കുറേ കുട്ടികൾ ഇതേ ബാഗായിട്ട് സൈക്കിളിലും നടന്നുമൊക്കെ ആയിട്ട് പോകുന്ന കാണായിരുന്നു. ഞങ്ങൾ ഇവർ ഈ ബീച്ചിലേക്കാണ് കേട്ടോ എത്തിച്ചത്. വെൽക്കം ഡ്രിങ്കൊക്കെ തന്ന് നമ്മൾ സ്വീകരിച്ചു. അതാ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് അവരുടെ ട്രഡീഷണൽ ഡാൻസ് കളിക്കാനായിട്ട് നിൽക്കുകയാണ് കുറച്ച് പേര്. കുറേ സ്റ്റോളുകളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ ബീച്ചാണെങ്കിൽ അമേസിങ് ആണ് കേട്ടോ. നല്ല നീല നിറമുള്ള വെള്ള മണലിലേക്ക് അടിച്ചു കയറി വരുന്ന കാണാൻ എന്ത് രസമാണെന്നറിയോ, ഭയങ്കര രസം. ഷെൽസൊക്കെ പൊടിഞ്ഞുണ്ടായ ചെറു തരികൾ നിറഞ്ഞ മണലാണ് ഇവിടെ ഉള്ളത്. അത് ഇവിടുത്തെ ഒരു പ്രധാന സവിശേഷത ആണ്. അതുകൊണ്ട് തന്നെ ബീച്ചിന് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. സ്ക്യൂബ ഡൈവിംഗ്, സ്നോർക്കലിംഗ്, ബനാന റൈഡ്, കയാക്കിംഗ്, ഗ്ലാസ് ബോട്ടം ബോട്ട് തുടങ്ങിയ ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെടുത്ത ലക്ഷദ്വീപ് പാക്കേജിൽ അതൊന്നും അലൗഡ് അല്ലായിരുന്നു. അപ്പോൾ ഐലൻഡ് വൈബ്സ് എന്ന പാക്കേജ് ആയിരുന്നു കേട്ടോ ഞങ്ങളെടുത്തു. ബീച്ചിൽ ഷോപ്പിംഗ് നടത്തി കൾച്ചറൽ പ്രോഗ്രാം ഒക്കെ എൻജോയ് ചെയ്ത് നടക്കാനാണ് ഈ പാക്കേജിൽ പറ്റുള്ളായിരുന്നു. ഐലൻഡ് മൊത്തമായി കാണണമെങ്കിൽ പുറത്ത് കുറച്ച് പേര് വണ്ടികളായി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ നമുക്ക് എക്സ്ട്രാ ഫീസൊക്കെ കൊടുത്ത് പോയി കാണാം. അല്ലാതെ നമുക്ക് ഒറ്റയ്ക്ക് ഈ ബീച്ച് ഏരിയ വിട്ടിട്ട് അങ്ങനെ നടന്ന് കാണാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. സോ ഞങ്ങൾ ഈ ബീച്ചിൽ ഡാൻസ് ഒക്കെ ഷൂട്ട് ചെയ്ത് ഓടിക്കളിച്ച് നടക്കുമായിരുന്നു. പിന്നെ സൈഡിലുള്ള കടകളിലൊക്കെ കയറി കുറച്ച് ഇളനീരൊക്കെ കുടിച്ചു. പിന്നെ ഞാനൊരു ക്യൂട്ട് തൊപ്പിയും ഫ്രിഡ്ജ് മാഗ്നറ്റും ഒക്കെയാണ് കേട്ടോ ഇവിടുന്ന് മേടിച്ചത്. അങ്ങനെ 3 മണിയായപ്പോൾ ഞങ്ങൾ ഒരു ചെറിയ ബോട്ടിൽ തിരിച്ച് ഷിപ്പിലേക്ക് പോയി. ലേറ്റ് ആയിട്ട് അങ്ങനെ ലഞ്ച് കഴിക്കാൻ ചെന്നു. അപ്പോഴും ആളുകൾ തിരിച്ചെത്താനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വൈകിട്ടോടെ എല്ലാവരും തിരിച്ചെത്തി. അഗത്തിയോട് യാത്ര പറഞ്ഞ് കപ്പൽ മുംബൈ ലക്ഷ്യമാക്കി തിരിച്ചു. സന്ധ്യയ്ക്ക് കപ്പലിലെ ടോപ്പ് ഡെക്കിലെ കാറ്റും കൊണ്ട് കുറച്ചു നേരം നടന്നു. രാത്രി കപ്പലിന് ലൈറ്റ്സ് ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ പ്രധാന ഓഡിറ്റോറിയമായ മാർക്യൂ തിയേറ്ററിലേക്ക് ഞങ്ങൾ ചെന്നു. ഇന്നത്തെ ഷോ കാണാനായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. കല്യാണം പോലെയുള്ള ഇവന്റ്സ് ഒക്കെ നടത്താറുള്ള ഒരു വലിയ സൂപ്പർ ഓഡിറ്റോറിയം ആണ് കേട്ടോ ഇത്. കപ്പൽ മൊത്തമായി എടുത്ത് ഇത്തരം ഇവന്റ്സും മാരേജും ഒക്കെ നടത്തുന്ന പലരും ഉണ്ട്. ഇന്ന് ഇന്ത്യയിലെ പോപ്പുലർ മജീഷ്യൻ ആയിട്ടുള്ള മെന്റലിസ്റ്റ് തേജസിന്റെ ഷോ ആയിരുന്നു കേട്ടോ. സൂപ്പർ മാജിക്സും മെന്റലിസും ഒക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഷോ നന്നായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു. പിന്നെ 5th ഡെക്കിലോട്ട് വന്നപ്പോൾ 360 ഡിഗ്രി കറങ്ങുന്ന ഒരു ക്യാമറ വെച്ചുള്ള ഷൂട്ടിംഗ് ചെയ്യാനുള്ള അവസരം അവിടെ ഉണ്ടായിരുന്നു. നല്ല പൈസ ആയതുകൊണ്ട് നമ്മൾ അതൊന്നും ട്രൈ ചെയ്യാൻ നോക്കിയില്ല, ജസ്റ്റ് കണ്ടു നിന്നിട്ട് വന്നു. പിന്നെ ഡിന്നറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 10th ഡെക്കിൽ DJ-യിൽ കുറച്ച് നേരം പങ്കെടുത്തു. കുറച്ച് ഡാൻസൊക്കെ കളിച്ച് എൻജോയ് ചെയ്തിട്ട് പോന്നു. അങ്ങനെ വളരെ ഇവന്റ്ഫുൾ ആയിട്ടുള്ള സെക്കൻഡ് ഡേ ഇവിടെ തീരുകയാണ് കേട്ടോ. അപ്പോൾ കപ്പൽ യാത്രയുടെ 3-ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ കപ്പൽ ഇങ്ങനെ മുംബൈ ലക്ഷ്യമാക്കിയിട്ട് കുതിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ദാ ശരിക്കും നടുക്കടലിലാണ് ഉള്ളത്. ഇന്നത്തെ ദിവസമാണെങ്കിൽ കപ്പലിൽ തന്നെയാണ് ചിലവഴിക്കേണ്ടത്.
സോ തലങ്ങും വിലങ്ങും ഓടി നടന്ന് നമ്മൾ യാത്ര പല ആംഗിളിൽ നിന്നിങ്ങനെ ആസ്വദിച്ച് നടക്കുകയാണ് കേട്ടോ. നല്ല രസമാണ്, ഒരിക്കലും മടുക്കില്ല. കടലിനെ പേടിക്കാതെ അത്ര സേഫായിട്ട് കൊച്ചു കുട്ടികളെ വരെ കൊണ്ടുപോകാവുന്ന ഒരു യാത്രയാണിത്. ഇത് കണ്ടോ, വെള്ളം അടിച്ചിട്ട് ആടി ഒലിഞ്ഞ് നടക്കുന്നൊന്നുമല്ല കേട്ടോ. ഇപ്പോൾ കപ്പൽ കുറച്ച് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. നമുക്ക് മുകളിലെ ഡെക്കിലെത്തിയപ്പോൾ കടലിൻ്റെ ഇളക്കം കുറച്ചധികം അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. അതാണ് ഈ കാണുന്നത്. മോഷൻ സിക്നസ് കാരണം വൊമിറ്റിംഗ് ഒക്കെ വന്നാൽ ഉപയോഗിക്കാനായിട്ട് എല്ലാ സ്റ്റെയർ കേസിലും ഇത്തരം കവറുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഓരോ ഡെക്കും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങി. ഇഷ്ടംപോലെ സമയമാണല്ലോ, ഒരു ദിവസം മൊത്തം ഇതിനകത്തുണ്ട്. അപ്പോൾ എല്ലാ ഡെക്കിലും കടലിനെ ഫേസ് ചെയ്ത് ഇത്തരത്തിൽ ചെയർസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതാണ് ഇതിനകത്തെ ലൈബ്രറി. പക്ഷെ പേരിന് മാത്രം കുറച്ച് ബുക്സ് ഇരിക്കുന്ന അല്ലാതെ നല്ല ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഒരു ലൈബ്രറി സെറ്റപ്പ് ഒന്നും കാണാനുണ്ടായിരുന്നില്ല. ബുക്സ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇരുന്ന് സംസാരിച്ചു. അതും ഒരു വൈബ് തന്നെയാണ് കേട്ടോ. ജിമ്മാണെങ്കിലുണ്ടല്ലോ നല്ല അടിപൊളിയാണ്. കുറേ എക്യുപ്മെന്റ്സ് നിരത്തി വെച്ചിട്ടുണ്ട്. നീല കടലും കണ്ട് വർക്കൗട്ട് ചെയ്യാൻ നല്ല രസമായിരിക്കില്ലേ. ജിമ്മിന് ടൈമിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ ഞങ്ങൾ വന്ന സമയത്ത് ജസ്റ്റ് കണ്ടിട്ട് ഇറങ്ങാനേ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഒന്നും വർക്ക് ചെയ്യിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു കേട്ടോ. ടെൻത്ത് ഡെക്കില് സ്പാ സലൂണൊക്കെ ഉണ്ട്. പിന്നെ ഇന്ന് ഞങ്ങൾ എൻജോയ് ചെയ്ത ഒരു പ്രധാന കാര്യം ബ്രിഡ്ജ് ടൂർ ആയിരുന്നു കേട്ടോ. അതായത് നമ്മൾ ഈ കപ്പൽ ഓടിക്കുന്ന കപ്പിത്താന്മാരൊക്കെ ഇല്ലേ, അവരിയ്ക്കുന്ന സ്ഥലത്ത് നമുക്ക് പോയി കാണാനും അവരോട് സംസാരിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നു. അതിനൊരു എക്സ്ട്രാ പേയ്മെൻ്റ് ഒക്കെ ഉണ്ട്. നമുക്ക് ലൈഫിൽ കിട്ടുന്ന ഒരു ചാൻസ് അല്ലേ ഇത്. ഇങ്ങനെയൊക്കെ അല്ലാതെ നമ്മൾ ഇതിൻ്റെ അകമൊന്നും കാണാൻ പോകുന്നില്ലല്ലോ. അപ്പം ഞങ്ങൾ ആ പേയ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് അതിനകത്ത് പോയി. പക്ഷേ ഫോണും ക്യാമറയൊന്നും അവിടെ അനുവദിക്കില്ലായിരുന്നു. അവരുടെ ക്യാമറയിൽ നമുക്ക് അതിനകത്ത് വെച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് തരുന്നുണ്ടായിരുന്നു കേട്ടോ. അവരുടെ റിയൽ ക്യാപ്പൊക്കെ വെച്ചിട്ട് നമുക്കിങ്ങനെ പോസൊക്കെ ചെയ്ത് ഫോട്ടോ ഒക്കെ എടുക്കായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് പേര് മാത്രമേ ബ്രിഡ്ജ് ടൂറിന് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഒരു നഷ്ടവുമില്ല, ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് നമ്മൾ ലഞ്ച് കഴിക്കാൻ പോയി. ഇവിടെ നടക്കുന്നത് ഒരു നറുക്കെടുപ്പാണ്. നമുക്ക് ഒരു കൂപ്പൺ ഫിൽ ചെയ്യാൻ കിട്ടിയായിരുന്നു. 3 കൂപ്പണിന് പ്രൈസ് ഉണ്ട്. അപ്പോൾ റൂം നമ്പർ ആണ് അവർ വിളിക്കുന്നത്. വളരെ ഭാഗ്യമുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. Good afternoon. Namaste, my name is Anil, your assistant practice manager. അതിൽ ഫ്രീ ആയിട്ട് ഷിപ്പുകാർ അവരുടെ ക്യാമറയിൽ ഷിപ്പിൽ പല സ്പോട്ടിൽ വെച്ചിട്ട് സൂപ്പർ ഫോട്ടോസ് എടുത്തു തരുന്ന ഒരു പാക്കേജ് ഉണ്ടായിരുന്നു. അത് കിട്ടിയിരുന്നെങ്കിൽ എന്നൊന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ എന്ത് ചെയ്യാൻ, അതൊന്നും കിട്ടിയില്ല. കുറേ പേര് ഇതിൽ യാത്ര ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞ വീഡിയോസിലൊക്കെ കമൻ്റ് ഇട്ട് ചോദിച്ചിരുന്നു. ഒന്നെങ്കിൽ നമുക്ക് കൊടൈലിയുടെ വെബ്സൈറ്റിൽ കയറി നമുക്ക് ആവശ്യമുള്ള പാക്കേജ് നോക്കി ബുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കൊച്ചി ടു മുംബൈ മാത്രമല്ല, മുംബൈ ടു കൊച്ചി, പിന്നെ ഗോവ വഴിയുള്ള യാത്ര, അങ്ങനെ പല യാത്രകളും ഇവർക്കുണ്ട്. ഞങ്ങൾ ഫ്ലൈ ക്രിയേറ്റീവ് ഗ്ലോബൽ എന്നൊരു ട്രാവൽ ഏജൻസി വഴിയാണ് കേട്ടോ ഇത് ബുക്ക് ചെയ്തത്. കൊച്ചി ലക്ഷദ്വീപ് മുംബൈ പാക്കേജാണ് നമ്മളെടുത്തത്. അതിൽ 3 നൈറ്റ്സും 3 ഡേയ്സും ഉള്ള രീതിയിലായിരുന്നു. അതിന് ഒരാൾക്ക് 47,500 രൂപയായിരുന്നു. 1 നൈറ്റ് 2 ഡേയ്സ് മുംബൈ പാക്കേജിന് 29,000 രൂപയായിരുന്നു 2 ആൾക്കായിട്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ചെലവ്. പോകാൻ ആഗ്രഹമുള്ളവരെ കൊടൈലിയുടെ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ഇത് നടത്തുന്ന ഏതെങ്കിലും ട്രാവൽ ഏജൻസി വഴിയോ ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇവന് ഞങ്ങൾ ആസ്വദിച്ച് കൊതി തീരാത്ത സൺസെറ്റ് കാണാൻ ടോപ്പ് ഡെക്കിൽ പോയി. കപ്പൽ യാത്രയിലെ ലാസ്റ്റ് സൺസെറ്റ്. ഇതിൽ റോക്ക് ക്ലൈംബിങ്ങിലുള്ളൊരു സംവിധാനം ഉണ്ട് കേട്ടോ. ഈ കാണുന്നത് അതാണ്. Very good evening, ladies and gentlemen. We now welcome our guests to the Marquee Theatre to witness and enjoy the beauty of Bollywood. Presenting to you. ഇന്ന് മെയിൻ ഓഡിറ്റോറിയത്തിൽ ഡാൻസ് പ്രോഗ്രാം ആയിരുന്നു ഉണ്ടായിരുന്നത്. ഹിന്ദി സോങ്സ് ഒക്കെ ആയിരുന്നു എല്ലാം തന്നെ. ഇത് 360 ഡിഗ്രി കറങ്ങുന്ന ക്യാമറയിലെ ഷൂട്ടിംഗ് ആണേ. ലാസ്റ്റ് ഡേയിലെ ഡിന്നർ പതിവ് പോലെ വളരെ വിഭവസമൃദ്ധം തന്നെയായിരുന്നു. ഡിന്നർ കഴിഞ്ഞ് അകത്തും പുറത്തുമായി DJ പാർട്ടീസ് നടക്കുന്നത് കാണാൻ പോയി. അങ്ങനെ ലാസ്റ്റ് ഡേ ഇവിടെ തീരുകയാണ്. അങ്ങനെ അടുത്ത പ്രഭാതം പൊട്ടിവിടർന്നു ഞങ്ങളുടെ 4ാമത്തെ ദിവസം. മുംബൈ തീരത്തോട് അടുക്കാറായതിന്റെ സൂചനയായിട്ട് കുറേ ബോട്ടും കപ്പലുകളും കണ്ടു തുടങ്ങിയിരുന്നു.
ഫുഡ് കഴിഞ്ഞ് എല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ പോകാൻ റെഡിയായി. നമ്മുടെ റൂമിന് ബൈ ബൈ കൊടുത്ത് ദാ ഇറങ്ങി. ചെല്ലുന്ന ഓർഡറിൽ ഓഡിറ്റോറിയത്തിൽ ഇങ്ങനെ ഇരുത്തി ആ ഓർഡറിൽ തന്നെയാണ് കേട്ടോ പുറത്തിറക്കുന്നത്. അങ്ങനെ അതിമനോഹരമായ കപ്പൽ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ മുംബൈയിൽ എത്തിയിരിക്കുകയാണ്. മുംബൈ പോർട്ടിന് പുറത്തിറങ്ങിയപ്പോൾ കുറേ ടാക്സിക്കാർ നമ്മുടെ പുറകെ നടക്കുമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിയാൻ സമ്മതിക്കാതെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എവിടേക്കാണ് പോവേണ്ടേ, ഞങ്ങളുടെ കൂടെ വരൂ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങൾക്കായി ട്രാവൽ ഏജൻസിക്കാർ തന്നെ ഒരു ടാക്സി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ടാക്സി കണ്ടെത്തി അതിൽ കയറി മുംബൈ നഗരം ചുറ്റാൻ തുടങ്ങി. മുംബൈ ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനം മാത്രമല്ലല്ലോ, സാമ്പത്തിക തലസ്ഥാനം കൂടിയാണ്. അപ്പോൾ അതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ വഴി നിറയെ കെട്ടിടങ്ങളും തിരക്കു നിറഞ്ഞ റോഡുകളും കാണാട്ടോ. ഞങ്ങളെ ആദ്യം എത്തിച്ചത് എഞ്ചിനീയറിംഗ് വിസ്മയമായ അടൽ സേതു എന്ന ഈ പാലം കാണാനായിട്ടാണ് കേട്ടോ. രാജ്യത്തെ ഏറ്റവും വലിയ കടൽപ്പാലം എന്ന റെക്കോർഡും ലോകത്തെ ഏറ്റവും നീളമേറിയ 12ാമത്തെ പാലം എന്ന റെക്കോർഡുമുള്ള ഒരു വലിയ സംഭവം തന്നെയാണിത്. ഇതാണ് സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി. നിരവധി വിലപിടിച്ച പുസ്തകങ്ങളും കയ്യെഴുത്ത് പതിപ്പുകളും ഇവിടെ സംരക്ഷിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതിൻ്റെ അകത്തൊന്നും കയറിയില്ല, മുന്നിൽ ജസ്റ്റ് ഇറങ്ങിയിട്ട് കണ്ടേ ഉള്ളൂ. 1864 നിർമ്മിച്ച ശില്പചാതുരി നിറഞ്ഞ ഒരു ജലധാരയാണ് ഈ ഫ്ലോറ ഫൗണ്ടെയിൻ. ദക്ഷിണ മുംബൈയുടെ ഹൃദയഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. റോമൻ ദേവതയായ ഫ്ലോറയുടെ ശില്പമാണ് ഈ ജല ഫൗണ്ടെയിനിൽ ഉള്ളത്. പിന്നെ പോകുന്ന വഴിയിൽ കണ്ടതാണ് മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നമ്മൾ നിഫ്റ്റി സെൻസെക്സ് ഒക്കെ TV-യിൽ കാണാറില്ലേ, അതിതാ ഇവിടെ നിന്നാണ് കേട്ടോ. പിന്നെ വളരെ പ്രശസ്തമായ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാണാനാണ് ഞങ്ങൾ പോയത്. തെക്കേ മുംബൈ കടൽ തീരത്തുള്ള ഈ ഗേറ്റ് വേക്ക് 26 മീറ്റർ ആണ് ഉയരം. 1911 ബ്രിട്ടീഷ് രാജാവിന്റെ ഇന്ത്യ സന്ദർശനത്തിന്റെ ഓർമ്മയ്ക്കായി തീർത്തതാണ് കേട്ടോ ഈ ഗേറ്റ് വേ. ബ്രിട്ടീഷുകാർ 1948 ഔപചാരികമായിട്ട് ഇന്ത്യ വിട്ടത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ വഴി ആയിരുന്നു. ഒത്തിരി പേര് ഇത് സന്ദർശിക്കാൻ എത്തുന്നുണ്ട്. അതിൻ്റെ അടുത്തായി തന്നെ മനോഹരമായ താജ് ഹോട്ടലും ഉണ്ട് കേട്ടോ. 2008 ഭീകരാക്രമണത്തെ ഓർത്തുകൊണ്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ പകർത്തി. 1000 രൂപയ്ക്ക് ക്യാമറയിൽ അടിപൊളി ഫോട്ടോസ് എടുത്ത് പ്രിന്റ് എടുത്ത് തരാമെന്ന് പറഞ്ഞ ആൾക്ക് പോസ്റ്റ് ചെയ്ത് ഓർമ്മയ്ക്കായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ കൈക്കലാക്കി. ഇത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ പുറകിലെ കാഴ്ചയാണേ. പിന്നെ കുറച്ചു നേരം മുംബൈയിലെ മറൈൻ ഡ്രൈവിൽ ഇറങ്ങി നിന്നു. പോകുന്ന വഴിയരികിൽ നീണ്ടു നിവർന്നു കിടക്കുന്ന ഫാഷൻ സ്ട്രീറ്റാണ് ഈ കാണുന്നത്. ഷോപ്പിങ്ങിന് പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ കെട്ടിടമാണ് ഇത്. 1893 ബ്രിട്ടീഷുകാർ നിർമ്മിച്ച മുംബൈയിലെ സമൃദ്ധമായ ഭരണചരിത്രത്തിന്റെയും കൊളോണിയൽ ആർക്കിടെക്ചറിന്റെ അഭിമാന ചിഹ്നം തന്നെയാണ് കേട്ടോ ഈ മനോഹരമായ കെട്ടിടം. അടിപൊളി ഫോട്ടോസൊക്കെ നമുക്കിവിടെ നിന്ന് കിട്ടും. ഇതാണ് ലോകത്തിലെ ഏറ്റവും വില കൂടിയ വീടുകളിൽ ഒന്നായ മുകേഷ് അംബാനിയുടെ ആന്റിലെ എന്ന് പേരിട്ടിരിക്കുന്ന വീട്. 27 നിലകളും 600 വീട്ടുജോലിക്കാരും 168 കാറുകൾ വരെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വീടാണ് കേട്ടോ ഇത്. 9 ലിഫ്റ്റുകൾ, 3 ഹെലിപ്പാഡുകൾ, ഒരു എയർ ട്രാഫിക് കൺട്രോൾ റൂം, സ്പാ സെന്റർ, യോഗ സ്റ്റുഡിയോ, സിനിമാ തിയേറ്റർ, മഞ്ഞു വീഴുന്ന ഐസ്മുറി തുടങ്ങി വമ്പൻ സംവിധാനങ്ങളാണ് ഇതിനകത്തുള്ളത്. താമസിക്കാൻ ഒരു വീടല്ല, ഒരു വലിയ മാള് വന്നു വെച്ചിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥരെ വീടിന് മുമ്പിൽ കാണാം. പിന്നെ നേരെ ഞങ്ങൾ പോയത് ഷാരൂഖ് ഖാന്റെ വീട് കാണാനാണ്. ബാന്ദ്രയിലെ കടൽ തീരത്തോട് ചേർന്ന 6 നിലയുള്ള ഒരു കൊട്ടാരം തന്നെയാണ് കേട്ടോ ഷാരൂഖ് ഖാന്റെ വീട്. മന്നത്ത് എന്നാണ് ഈ വീടിന്റെ പേര്. പ്രധാന ഒരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇത്. ഞങ്ങൾ ചെന്നപ്പോൾ നിരവധി പേര് വീടിന് മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ബർത്ത്ഡേയുടെ അന്ന് SRK ജനങ്ങളെ കാണാനായിട്ട് ഇറങ്ങി വരുന്നതിനാൽ അന്നാണ് ഫാൻസ് കൂടുതലും വരുന്നത്. ഈ വീടിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കടൽ തീരാണ് ഉള്ളത്. അതാണ് ഈ കാണുന്നത്. തീരെ വൃത്തിയില്ലാത്ത ഒരു കടൽ തീരായിരുന്നു കേട്ടോ. ഉള്ള വേസ്റ്റ് മൊത്തം അവിടെ വിട്ടിരിക്കുന്ന കാണാം. കൂടുതൽ ടൈം അവിടെ നിൽക്കാൻ തോന്നിയില്ല, ഞങ്ങൾ ഓടി രക്ഷപ്പെട്ടു. ഇതാണ് കമല നെഹ്റു പാർക്കിലെ ബൂട്ട് ഹൗസ്. ഇംഗ്ലീഷിലെ "There was an old woman who lived in a shoe" എന്ന നഴ്സറി പാട്ടിനെ ആധാരമാക്കി നിർമ്മിച്ച ഷൂ ആണ്. ഇതിനകത്ത് കയറാനും മുകളിലെത്തി കാഴ്ചകൾ കാണാനും സ്ലൈഡ് ചെയ്ത് ഇറങ്ങാനും ഒക്കെ പറ്റൂട്ടോ. ഇതും ഒരു പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടാണ് കേട്ടോ.
മോസ്റ്റ് എക്സൈറ്റിംഗ് പാർട്ട് എന്താന്ന് വെച്ചാൽ മുംബൈയിൽ കടലിനടിയിലൂടെ ഞങ്ങൾ പോയിട്ടോ. യെസ്, ഇന്ത്യയിലെ ഫസ്റ്റ് അണ്ടർസീ ടണൽ കടലിനടിയിലൂടെയുള്ള ആദ്യ തുരങ്കപാത ഇതാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 20 മീറ്റർ ആഴത്തിലുള്ള ഈ തുരങ്കത്തിന് 2.07 കിലോമീറ്റർ ആണ് നീളം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടണൽ ബോറിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സക്കാഡോ എന്നൊരു വെന്റിലേഷൻ സിസ്റ്റമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രഷ് എയർ കയറാനായിട്ട്. അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കാം. മലബാർ ഹിൽ മുതൽ പ്രിൻസസ് സ്ട്രീറ്റ് ഫ്ലൈ ഓവർ വരെയാണ് കേട്ടോ ഈ ടണൽ നിർമ്മിച്ചിരിക്കുന്നത്. ടണലിനകത്ത് CCTV, വെന്റിലേഷൻ, ഫയർ റെസിസ്റ്റൻസ് സംവിധാനം, അപകടം വരുമ്പോൾ രക്ഷപ്പെടാനായിട്ട് എസ്കേപ്പ് പാസേജുകൾ, സൂപ്പർ ലൈറ്റുകളൊക്കെ ആയിട്ട് ഒരു ലോകോത്തര സെറ്റപ്പ് തന്നെയാണ് കേട്ടോ. ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതൊക്കെ ശരിക്കും വിസ്മയങ്ങൾ തന്നെയല്ലേ. വൈകിട്ട് ഞങ്ങൾക്ക് വേണ്ടി ട്രാവൽ ഏജൻസിക്കാർ ബുക്ക് ചെയ്ത കോഹിനൂർ ഹോട്ടലിലെത്തി. നല്ല സൗകര്യങ്ങളുള്ള മുറിയൊക്കെ ആയിരുന്നു. ഒരു രാത്രി തങ്ങാനുള്ള മുറി ഇതാണ് കേട്ടോ. ഡിന്നറും അടിപൊളിയായിരുന്നു. കുറേ വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ രാത്രി ഹോട്ടലിൽ നിന്ന് രാത്രിയിലെ മുംബൈ കാഴ്ചകൾ കാണാനായിട്ട് ചെറിയൊരു വാക്കിന് പോയി. നല്ല തിരക്കുള്ള റോഡാണ്. ടൈറ്റ്ലി പാക്ഡ് ആയിട്ടാണ് വണ്ടികൾ ഓടുന്നത്. ഇതൊക്കെയാണ് രാത്രിയിലെ കാഴ്ചകൾ. മുംബൈയിലെ രണ്ടാമത്തെ ദിവസം ഞങ്ങൾക്കൊരു തീർത്ഥാടനം പോലെയായിരുന്നു കേട്ടോ. കാരണം പള്ളികളും അമ്പലങ്ങളുമാണ് കൂടുതലും വിസിറ്റ് ചെയ്തത്. ആദ്യം ഞങ്ങൾ പോയത് നല്ല തിരക്കുള്ള സിദ്ധിവിനായക ക്ഷേത്രത്തിലേക്കാണ്. 1801 നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ മേൽക്കൂരയുടെ ഉൾഭാഗം സ്വർണ്ണത്തിലാണ് പണിതിരിക്കുന്നത്. പിന്നെ ഈ അമ്പലത്തിന്റെ അകത്താണെങ്കിൽ നിറയെ പന്തലൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് ക്ഷേത്രത്തിന്റെ ഭംഗി കാണാൻ നമ്മൾ പുറത്തു നിന്ന് തന്നെ നോക്കണം കേട്ടോ. ക്ഷേത്രത്തിന് പുറത്ത് കണ്ട ഒരു വേറിട്ട കാഴ്ചയാണ് ഈ പശുവിനെ തൊട്ട് പലരും വണങ്ങുന്നത്. അത് ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. പോകുന്ന വഴിയിൽ ചില കെട്ടിടങ്ങളുടെ ഉയരം കണ്ടിട്ട് അന്താളിച്ച് പോവായിരുന്നു കേട്ടോ. എന്ത് വലിയ കെട്ടിടങ്ങളല്ലേ. കടലിൽ സ്ഥിതി ചെയ്യുന്ന ഏഷ്യയിലെ ഒരേ ഒരു ദർഗയിലേക്കാണ് പിന്നെ പോയത്. ഹാജി അലി ദർഗ എന്നാണ് ഇതിൻ്റെ പേര്. 15ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സൂഫി വര്യനാണ് ഈ ഹാജി അലി. മക്കയിലേക്കുള്ള തീർത്ഥാടനത്തിനിടെ ഹാജി അലി മരിച്ചതായും അദ്ദേഹത്തിൻ്റെ ശവപ്പെട്ടി അത്ഭുതകരമായി ഈ സ്ഥലത്തേക്ക് പൊങ്ങി വന്നതായിട്ടാണ് ഐതിഹ്യം. വോളി തീരത്ത് നിന്ന് ഏകദേശം 500 മീറ്റർ അകലെ ചെറിയൊരു ദ്വീപിലാണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത്. തിരമാലകൾക്കിടയിലൂടെയുള്ള ഈ ചെറിയ നടപ്പാത വഴിയാണ് ദർഗയിലേക്ക് എത്താൻ സാധിക്കുന്നത്. കൂടുതലും മുസ്ലിംസ് ആണ് ഇവിടെ വരുന്നത് കണ്ടത്. പിന്നെ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് എന്ന പോലെ ഒത്തിരി പേര് ഇവിടെ വന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നത് കണ്ടു. ചരിത്ര പ്രാധാന്യമുള്ള ഒരു ക്രിസ്ത്യൻ പള്ളി കൂടെ നമ്മൾ കണ്ടു. 16ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് മിഷണറിമാർ സ്ഥാപിച്ച ബസേലിക്ക ഓഫ് അവർ ലേഡി ഓഫ് ദ മൗണ്ട് എന്നൊരു കത്തോലിക്ക പള്ളിയാണിത്. ഇതിൻ്റെ യൂറോപ്യൻ ആർക്കിടെക്ചർ അതിമനോഹരമാണ് കേട്ടോ. മുംബൈയിലെ ഏറ്റവും പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രത്തിലൊന്നാണ് ഇസ്കോൺ ടെമ്പിൾ. ഇത് ഭഗവാൻ ശ്രീകൃഷ്ണനോടുള്ള ഭക്തിയുടെയും ഭജന കീർത്തനങ്ങളുടെയും ഒരിടാണ് കേട്ടോ. വലിയ ഗോപുരങ്ങൾ, മനോഹര ശില്പങ്ങൾ, അതിലുപരി അലങ്കാരങ്ങളോടെ രൂപപ്പെടുത്തിയ വിശാലമായ പ്രാർത്ഥനാ മണ്ഡപം ചേർന്ന് മനോഹരമായ അറ്റ്മോസ്ഫിയർ ആണ് ഇതിനകത്തുള്ളത്. അവിടെ കുറച്ചു നേരം സമയം ചിലവഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് ഒരു ബീച്ചിലോട്ടാണ്. പിന്നെ ഞങ്ങൾ പോയത് സ്വീറ്റ്സ് മേടിക്കാൻ ഒരു കടയിലോട്ടാണ്. വീട്ടിൽ കൊടുക്കാനും ഫ്രണ്ട്സിന് കൊടുക്കാനായിട്ട് കുറേ സ്വീറ്റ്സ് നമ്മൾ മേടിച്ചു. ഒരു ബോക്സിൽ നമുക്ക് ഇഷ്ടമുള്ള സ്വീറ്റ്സൊക്കെ വെച്ചിട്ട് അവർ തരും. അപ്പോൾ ഇതാണ് ആ കട. അത് കഴിഞ്ഞ് എല്ലാം മേടിച്ചിട്ട് ഞങ്ങൾ നേരെ എയർപോർട്ടിലേക്ക് തിരിച്ചു. മുംബൈയിലെ ഛത്രപതി ശിവാജി മഹാരാജ് എയർപോർട്ടാണിത്. അപ്പോൾ അദാനി ഗ്രൂപ്പാണ് ഇപ്പോൾ ഇത് നടത്തി വരുന്നത്. ഒരു വമ്പൻ എയർപോർട്ടാണ് കേട്ടോ ഇത്. പീകോക്ക് തീമാണ് ഇതിൻ്റെ ഡിസൈൻ. ഇൻറ്റീരിയറൊക്കെ കിഡിലനാണ്. കുറേ ഷോപ്പുകൾ ഇതിനകത്തുണ്ട് കേട്ടോ. ഞങ്ങൾ കുറേ നേരം എയർപോർട്ട് കണ്ടു നടന്നു. അങ്ങനെ രാത്രിയായപ്പോൾ ഞങ്ങളുടെ പ്ലെയിൻ എത്തി. ഈ തൊപ്പി ഞാൻ ലക്ഷദ്വീപിൽ നിന്ന് മേടിച്ചതായിരുന്നു കേട്ടോ. പക്ഷേ ബാഗിനകത്ത് കയറാത്തതുകൊണ്ട് കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കേണ്ടി വന്നു. അവസാനം ഒരു ബാധ്യതയായി മാറി. പക്ഷേ എന്നാലും ഒരു ഭംഗിയുള്ളത് കൊണ്ട് ഞാൻ അങ്ങ് ക്ഷമിച്ചു. അങ്ങനെ പ്ലെയിൻ പതുക്കെ പൊങ്ങി താഴേക്ക് നോക്കുമ്പോൾ രാത്രിയിൽ മുംബൈ കാണാൻ കിട്ടുമായിരുന്നു കേട്ടോ. ഇതാ കണ്ടില്ലേ, ഈ ലൈറ്റ്സൊക്കെ ആയിട്ട് എന്ത് രസമാണെന്നറിയോ.
വളരെ കോയിൻസിഡൻസ് എന്ന പോലെയായിരുന്നു മുംബൈയിൽ നിന്ന് ഉയർന്ന ശേഷം ട്രാവലർ വായിക്കാൻ എടുത്തപ്പോൾ കണ്ടത്. ദാ മുംബൈയിലെ ഒരു ട്രാവലർ കിടക്കുന്നു. ആകാശത്തിലൂടെ പോകുമ്പോൾ കുറേ മിന്നൽ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. ആ മിന്നലൊന്ന് ക്യാമറയിൽ പതിയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വിൻഡോയിലൂടെ ക്യാമറ ഓണാക്കി വെച്ചേക്കുമായിരുന്നു. കിട്ടിയപ്പോൾ എന്തൊരു സന്തോഷം. ഉണ്ണി വായന തുടർന്നു, ഞാൻ പതിയെ മയക്കത്തിലേക്കും പോയി. അങ്ങനെ ഞങ്ങൾ കൊച്ചി എയർപോർട്ടിലെത്തി. ബാഗൊക്കെ കളക്ട് ചെയ്തിട്ട് ഞങ്ങൾ കാർ എടുക്കാനായിട്ട് പോയി. നേരെ ഞങ്ങൾ പോയതൊരു ഹോട്ടലിലോട്ടാണ്, എയർപോർട്ടിന് അടുത്ത് തന്നെയുള്ള ഹോട്ടലിലോട്ടാണ്. അവിടെ നിന്ന് ഒരു ബിരിയാണി മേടിച്ച് ഞങ്ങൾ 2 പേരും കൂടെ കഴിച്ചു. പിന്നെ ഞങ്ങൾ കാറെടുത്ത് വളരെ മനോഹരമായ ട്രിപ്പിൻ്റെ അനുഭവങ്ങൾ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു. അങ്ങനെ നീണ്ടു നേർന്ന് കിടന്ന കൊച്ചി ടു മുംബൈ യാത്രയുടെ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളും ഡെയിലി വ്ലോഗ്സും ട്രാവൽ വ്ലോഗ്സും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. ബൈ ബൈ.